മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കർക്കിടക വാവ് ദിനത്തിൽ പിതൃപുണ്യമേകാൻ കണ്ണൂരിൽ 10,000 ബലിതർപ്പണം നടത്തി. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും സ്നാനഘട്ടങ്ങളിലുമാണ് വിശ്വാസികൾ തങ്ങളുടെ പൂർവ്വ പിതാമഹന്മാർക്കായി ബലിതർപ്പണം നടത്തിയത്. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കുളങ്ങളിലും ബലിതർപ്പണത്തിനായി തയ്യാറാക്കിയ പ്രത്യേക ഇടങ്ങളിലും ബലികർമ്മങ്ങൾ നടന്നു. ബുധനാഴ്ച പുലർച്ചെ 5 മണി മുതൽ പയ്യാമ്പലം, മുഴപ്പിലങ്ങാട്, തോട്ടട, തലായി, തലശ്ശേരി കടൽ തീരങ്ങളിൽ ആയിരങ്ങൾ എത്തിയിരുന്നു. സേവാഭാരതി, IRPC, ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി തുടങ്ങിയ സേവന സംഘടനകൾ ബലിതർപ്പണത്തിനെത്തിയവർക്ക് ചായയും ചെറുകടികളും മെഡിക്കൽ സൗകര്യവും സുരക്ഷയും ഒരുക്കി. പയ്യാമ്പലത്ത് ബലിതർപ്പണത്തിനെത്തിയവരുടെ നീണ്ട നിര തന്നെ അതിരാവിലെ മുതൽ ദൃശ്യമായിരുന്നു. ഭക്തജന തിരക്കൊഴിവാക്കി വാഹന ഗതാഗത സൗകര്യമൊരുക്കാൻ പോലീസ് സജീവമായി പ്രവർത്തിച്ചു. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം, ചൊവ്വ ശിവക്ഷേത്രം, ആദികടലായി ക്ഷേത്രം എന്നിവിടങ്ങളാണ് പ്രധാനമായും ബലിതർപ്പണം നടന്ന കോർപ്പറേഷനിലെ ആരാധനാലയങ്ങൾ. തലശ്ശേരി തൃക്കൈ ശിവക്ഷേത്രത്തിന്റെയും തലായി ബാലഗോപാല സേവാ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ തലായി കടപ്പുറത്തും ബലിതർപ്പണം നടത്തി. തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടന്നു. തൃക്കൈ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലുള്ള ബലിതർപ്പണം തലായി കടപ്പുറത്ത് 6 മണി മുതൽ 11 മണി വരെയാണ് നടന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ച് കർമ്മം ചെയ്യാനുള്ള ഒരുക്കങ്ങളും വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ജഗന്നാഥ ക്ഷേത്രത്തിൽ രാവിലെ 5 മണി മുതൽ ബലിതർപ്പണം തുടങ്ങി. പാനൂർ അണിയാരം ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവ് ദിനത്തിൽ ക്ഷേത്രം ആറാട്ടുചിറക്കടവിൽ 6:30 മുതൽ 10 മണി വരെ ബലിതർപ്പണം നടന്നു. ഇരിട്ടി, കീഴൂർ മഹാദേവ വിഷ്ണു ക്ഷേത്ര സമിതികളുടെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി. മട്ടന്നൂർ സമസ്ത കേരള വാര്യർ സമാജം, മട്ടന്നൂർ യൂണിറ്റ്, കല്ലൂർ ഐക്കുളത്തിൽ പിതൃതർപ്പണം നടത്തി. മട്ടന്നൂർ വെളിയമ്പ്ര കാഞ്ഞിരമണ്ണ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവ് പിതൃതർപ്പണം നടത്തി. കാലത്ത് 5:30 മുതൽ അനന്തൻ കടവിലാണ് പിതൃതർപ്പണം നടന്നത്. ബലിതർപ്പണത്തിന് 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു.